വൈക്കം പള്ളിപ്പുറത്തുശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി. പള്ളിപ്പുറത്തുശ്ശേരി സെന്റ് ലൂയിസ് യു പി സ്കൂൾ ഹാളിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ശതാബ്ദി ആഘോഷ സമ്മേളനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. വൈക്കം നഗരസഭ ടി.വി.പുരം പഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളിലേക്കുള്ള ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനവും അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP നിർവഹിച്ചു. നമ്മൾ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഇവിടെ ഈ പള്ളിപ്പുറത്തുശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കഴിഞ്ഞ 100 വർഷക്കാലം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മികവോടുകൂടി ജനവിശ്വാസം ആർജിച്ചു, സഹകാരികളുടെയും പൊതുജനങ്ങളുടെയും വിശ്വാസം ആർജിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനത്തോടു കൂടി കാണുവാനായിട്ട് കഴിയും. അപ്പൊ ആ നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് ഈ മേഖലയ്ക്ക് വന്നിട്ടുള്ള ഒരു വിശ്വാസ്യത കുറവ് അതുണ്ടായിട്ടുള്ള എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമ്മളത് വെറുതെ ഏതെങ്കിലും തരത്തിൽ ഈ മേഖലയിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാക്കാൻ പറയുന്നത്, ഒരു ക്രെഡിബിലിറ്റി ലോസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അതിനുണ്ട്. അത് തിരുത്തിയേ പറ്റും. ആരുമായിക്കൊള്ളട്ടെ, നമുക്കിതിനകത്ത് മറ്റു രാഷ്ട്രീയമൊന്നുമില്ല. ബാങ്കിലെ മുൻ പ്രസിഡന്റുമാർ, ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവരെ CK ആശ MLA ആദരിച്ചു. വൈക്കം സെന്റ് ജോസഫ് ഫൊറോന സഹവികാരി ഫാദർ ജിഫിൻ മാവേലി ശതാബ്ദി സന്ദേശം നൽകി. ശതാബ്ദി ലോഗോ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി നിർവഹിച്ചു. ഒപ്പം തന്നെയാണ് ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് ഇതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മുടെ ടി.വി.പുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പാലിയേറ്റീവ് കെയറിനും വൈക്കം താലൂക്ക് ആശുപത്രിയുടെ പാലിയേറ്റീവ് കെയറിനും അതോടൊപ്പം തന്നെ ഡയാലിസിസ് യൂണിറ്റിനുമായി നൽകിയിട്ടുള്ള സഹായങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു ബാങ്ക് എത്രത്തോളമാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഒട്ടേറെ കാര്യങ്ങൾ ഒരു ബാങ്കിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ പള്ളിപ്പുറത്തുശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ ഭരണസമിതി, അത് അവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴുള്ള ഭരണസമിതിയും മുൻകാലങ്ങളിലുള്ള ഭരണസമിതിയും എല്ലാം അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ അത് സാധ്യമാകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. ബിജു മുതിർന്ന സഹകാരികളെ ആദരിച്ചു. നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ്, ടി.വി.പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗവും ആഘോഷ കമ്മിറ്റി കൺവീനറുമായ സെബാസ്റ്റ്യൻ ആന്റണി, ബാങ്ക് സെക്രട്ടറി ജൂബിൾ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. അവരുടെ നിരവധിയായിട്ടുള്ള സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളിൽ നിയമത്തിന്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെ സഹായിക്കാനായിട്ട് എന്നും പള്ളിപ്പുറത്തുശ്ശേരി ബാങ്ക് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ബന്ധമാണ് സഹകാരികൾക്ക് ഈ ബാങ്കിലുള്ള വിശ്വാസവും. ഈ ബാങ്ക് ആരംഭിച്ച് ഈ 100 വർഷത്തിലേക്ക് എത്തുമ്പോൾ ഒരു പ്രാഥമിക സഹകരണ സംഘത്തിന് സംസ്ഥാനത്ത് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ഗ്രേഡ്, ആ ഗ്രേഡിലേക്ക് നമ്മുടെ ബാങ്ക്, ആ ഗ്രേഡിലാണ് നമ്മുടെ ബാങ്ക് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1925 വൈക്കം ഫൊറോന പള്ളി വികാരിയായിരുന്ന ആലുങ്കര കുരുവിളയച്ചൻ തുടക്കം കുറിച്ച കാത്തലിക് യുവജന പരസ്പര സഹായ സംഘമാണ് പിന്നീട് വൈക്കം പള്ളിപ്പുറത്തുശ്ശേരി സർവീസ് സഹകരണ ബാങ്കായി മാറിയത്. വൈക്കം നടുവിലെ ടി.വി.പുരം വില്ലേജുകളിലെ ഏതാനും വാർഡുകൾ മാത്രം പ്രവർത്തന പരിധിയായിട്ടുള്ള ബാങ്ക് ഇന്ന് ക്ലാസ് 1 സൂപ്പർ ഗ്രേഡിലേക്ക് ഉയർന്നു. സംസ്ഥാനത്തെ മുൻനിര ബാങ്കുകളിലേക്ക് ഉയർന്നത് കാലാകാലങ്ങളിൽ വന്ന ഭരണസമിതിയും ജീവനക്കാരും നടത്തിയ കൂട്ടായ പ്രവർത്തനത്താലാണെന്ന് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് പറഞ്ഞു. ബി വിഷൻ ന്യൂസ്, വൈക്കം.